ഫ്രണ്ട്സ്, ഇന്നൊരു ഹൈ പ്രോട്ടീൻ ഹെൽത്തി ചിക്കൻ റെസിപ്പി കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം ഒരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് നമ്മൾ. എന്നിട്ടൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിനെ നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ദെൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേണ്ട മസാല നമുക്ക് ആദ്യം എടുക്കുക. എന്നിട്ടൊരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ലെമൺ പാതിയായി മുറിച്ചത്, കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി എടുത്തിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇടാം. എന്നിട്ട് എടുത്ത് വെച്ചേക്കുന്ന ലെമണും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് കുറച്ച് കേർഡ് എടുത്തിട്ട് മിക്സ് ചെയ്യണം അത്. എന്നിട്ട് ചിക്കൻ എടുത്ത് ഒരു മണിക്കൂർ മസാല പിടിക്കാൻ മാറ്റി വെക്കണം. എന്നിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടൊരു മിഡ് റേഞ്ചിലിട്ടിട്ട് ഒരു അരമണിക്കൂർ കുക്ക് ചെയ്യണം. ചിക്കൻ നല്ലോണം ഇളക്കണം, കാരണം ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് നമ്മൾ ചിക്കൻ തണുക്കുമ്പോഴത്തേക്ക് ഒരു ഫുൾ ക്യാരറ്റ് എടുത്തിട്ട് നല്ല വൃത്തിയായി കഴുകി അത് നല്ല കുനുകുനാന്ന് പറഞ്ഞ് അരിയണം. അതുപോലെ 2 ഫുൾ എഗ്ഗ് ബോയിൽ ചെയ്തത് എടുത്തിട്ട് ഇത് കണക്ക് തന്നെ നല്ലോണം വൃത്തിക്ക് ചെറുതായി അരിയണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ചിക്കൻ എടുത്തൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുക്കുംബറോ ബീറ്റ്റൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം ആഡ് ചെയ്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ നമ്മളെ ചിക്കൻ റെസിപ്പി. ആൻഡ് ഇതിൽ നമ്മൾ ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്, ഹൈ ഇൻ പ്രോട്ടീനാണ്, പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നിങ്ങൾക്കിത് രാവിലെയും വൈകിട്ടുമൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്.